ഞങ്ങൾ ഇലവീഴ പുഞ്ചിറയുടെ വീഡിയോ ഇട്ടുന്നല്ലോ. അപ്പം അത് പോയതിൻ്റെ ശേഷം തൊട്ടടുത്ത സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് ഇട്ടത്. ഈ ഗുഹേൻ്റെ പേരാണ് മുനിയറ. ഇത് നാച്ചുറലായിട്ട് ഉണ്ടായൊരു ഗുഹയാണ് എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇതിൻ്റെ എൻട്രൻസ് ഭയങ്കര ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഭയങ്കര ഇരുട്ടുമുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഞങ്ങൾ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് പോയത്. താഴെ കുറേ വെള്ളമുണ്ട് കേട്ടോ. ഇതിൻ്റെ എൻട്രൻസ് ചെറുതാണെങ്കിലും അകത്ത് പോയാൽ കുറേ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞത് ഇവിടെ 30 ആൾക്കാർക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള സ്ഥലമുണ്ട് എന്നാണ്. വരിയായിട്ട് അകത്ത് നിറച്ച് വെള്ളമായതുകൊണ്ട് ഞങ്ങൾ ചെരുപ്പൊക്കെ കയ്യിൽ പിടിച്ചാണ് പോയത്. കുറേ ആൾക്കാർ ഞങ്ങളെ മുമ്പിലും ബാക്കിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഗുഹേൻ്റെ ഏറ്റവും ഉള്ളിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വെള്ളം വരുന്നത് കാണാൻ കഴിയും. ആൾക്കാർ നടക്കുന്നത് കൊണ്ടാണോ എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇത് ചളിവെള്ളമായിട്ട് തോന്നും. പക്ഷേ ഉള്ളിൽ നല്ല ക്ലിയർ വെള്ളമാണ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കുറേ ഹോഴ്സില്ലേ, നമ്മൾ ചെടിയൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്നത്, അത് കണ്ടു. ഇവിടെ അടുത്തുള്ളൊരു നാട്ടുകാരെന്ന് പറഞ്ഞ് ഓരോ വീട്ടിലേക്കൊക്കെ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന്. ചളിവെള്ളം ഇല്ല കേട്ടോ, ആ ക്ലിയർ ആയിട്ടുള്ള വെള്ളമില്ലേ അത്. ഞങ്ങൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് അങ്ങനെ പോയി അകത്തുനിന്ന് കുറേ ഫോട്ടോ വീഡിയോകളൊക്കെ എടുത്തു. ഒരാൾ ഞങ്ങളോട് പറഞ്ഞത് ഈ എൻട്രൻസിലൂടെ കയറി പിന്നെ എക്സിറ്റിലേക്ക് പോകുന്ന വേറൊരു വഴിയിലായിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ ആ വഴി മണ്ണൊക്കെ വീണ് അടഞ്ഞു പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ കയറിയ വഴിയിൽ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോയത്. ആർക്കറിയാം, ചിലപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ ആൾക്കാരൊക്കെ താമസിച്ച് കാണും. ഞങ്ങൾ അത്ര ദൂരെയൊന്നും പോയില്ല. എന്നാലും പോയപ്പോൾ ഞങ്ങൾ കുറേ മാളങ്ങൾ കണ്ടു. അതിലുള്ളൊരു മാളായിരുന്നു ഇത്. കണ്ടോ, കുറച്ച് മാളങ്ങളൊക്കെ ഉള്ളത്. ചിലപ്പോൾ എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും ജീവിക്കുന്നുണ്ടാകും. ഞങ്ങൾ കുറച്ചുകൂടെ അകത്തേക്ക് പോയപ്പോൾ അച്ഛൻ്റെ ഒരു മുട്ട് വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തണുത്ത വെള്ളമായിരുന്നു. ഞാനൊക്കെ കഷ്ടപ്പെട്ട് പോവുക താറാവിൻ്റെ പോലെ. അച്ഛനാണ് എന്നെ സപ്പോർട്ടായിട്ട് പിടിച്ചിട്ട് പോവുക. ഞാൻ ഇവിടെ പഴയ കാലത്തെ മനുഷ്യരൊക്കെ ജീവിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഈ ചുമരിലത്തെ എന്തെങ്കിലും എഴുതിക്കോ എന്നൊക്കെ നോക്കുകയായിരുന്നു. വലിയ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ നോക്കിയതാ. ഞാനോ അമ്മയോ അച്ഛനോ പാൻറ്റും ജീൻസൊക്കെ കയറ്റിയിട്ടായിരുന്നു പോയത്. അല്ലെങ്കിൽ വെള്ളം അതിൽ നനയൂലേ. എന്നാലും അമ്മേൻ്റെയോ അച്ഛൻ്റെ ആരെയൊക്കെ പാൻറ്റ് നനഞ്ഞിനു കയറ്റി വെച്ചിട്ടും. ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത് കയറിയ വഴിയിലൂടെ തന്നെയാണ്. നിങ്ങൾക്ക് എൻട്രൻസിൽ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? പുറത്തെത്തിക്കഴിഞ്ഞാൽ ഒരു കാടൊക്കെ പിടിച്ച സ്ഥലമാണ്, ഉരുളക്കല്ലും ഒക്കെ ഉണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ. പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ വന്നതുപോലെ കുറച്ച് കുനിഞ്ഞോ അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാൻ. ഏറ്റവും കഷ്ടപ്പാടായത് അച്ഛനാ. അമ്മയ്ക്കാണെങ്കിൽ പിന്നെ എൻ്റെ ഹൈറ്റ് ആണല്ലോ. മരങ്ങൾ മാത്രമല്ല കേട്ടോ, ഇവിടെ മുളയുണ്ട്, അതായത് ബാംബൂസും ഒക്കെ ഉണ്ട്. കണ്ടൊരു നല്ലൊരു സീനറി പോലല്ലേ.